പ്രീമിയർ ലീഗ്, സ്പാനിഷ് ലീഗ്, സിരിയെ, അവസാനം സൗദി പ്രോ ലീഗ്, പല പല റെക്കോർഡുകൾ, 37ഓളം മേജർ ട്രോഫികൾ, പല പല രംഗങ്ങൾ, ഒരേ ഒരു അത്ഭുതം, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വർക്ക് എത്തിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ അവസാനമായി ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി പ്രോ ലീഗ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ, വിൻ ചെയ്യുമ്പോഴുള്ള ആ മൊമെൻ്റ് നമ്മൾ കണ്ടതാണ്. കരയുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ നമ്മൾ കണ്ടത്. ആദ്യമായി ഒരു മേജർ ട്രോഫി വിൻ ചെയ്യുന്ന ഒരു പ്ലെയറിൻ്റെ ഒരു ആനന്ദ കണ്ണീരുണ്ടാവല്ലോ, അതായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന്. അല്ലെങ്കിലും പല പല റെക്കോർഡുകൾ യൂറോപ്പിൽ പുള്ളിയുടെ പേരിൽ ഉണ്ടായിട്ടും ഈ ഒരു സൗദി പ്രോ ലീഗിലെ ടൈറ്റിൽ അടിക്കുമ്പോൾ ഇത്രയും ആനന്ദ കണ്ണീർ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ പുള്ളിക്കാരനെ? പ്യുവർ പാഷൻ. ഇതാണ് ഫുട്ബോളിനോടുള്ളൊരു പാഷൻ. ദമാക്കുമായി മത്സരത്തിൽ 2 എന്ന ലീഡിൽ അൽ നാസർ നിൽക്കുമ്പോൾ ദമാക്കിനൊരു പെനാൾട്ടി കിട്ടുകയും അവിടെ അവർ ലീഡ് ചെയ്യും. അതിനുശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ 2 ഗോൾ കോൺട്രിബ്യൂഷൻ. ആദ്യത്തെ ഗോൾ എന്ന് പറയുന്ന ഒരു ഫ്രീ കിക്ക് ആയിരുന്നു. അത് ജോവ് ഫെലിക്സ് എടുക്കുന്നതിന് മുമ്പ് ക്രിസ്ത്യാനോ വന്നിട്ട് അത് ഫ്രീ കിക്ക് എടുക്കുകയും ആ ഗോളാക്കി മാറ്റുകയും, രണ്ടാമത്തെ ഗോൾ അതേപോലെ ഒരു ടാപ്പിങ്ങിലൂടെ അടിച്ച് ഗോളാക്കി മാറ്റുകയും ചെയ്യുന്നു. അവിടെ ആസ് എ വിന്നിങ് മെൻറ്റാലിറ്റി എന്നും പറയാം അവിടെ. ബ്രോ, ഇതൊക്കെയാണ് എന്തുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാനാക്കി എന്ന് ചോദിച്ചാൽ ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ആസ് എ പ്യുവർ പാഷൻ, ഫുട്ബോളിനോടൊരു പാഷൻ, വിന്നിങ് മെൻറ്റാലിറ്റി, ഇതൊക്കെയാണ് നമ്മൾ ഫാനാക്കിയത്. അല്ലാതെ മസിൽ കണ്ടിട്ടോ ബോഡി കണ്ടിട്ടോ അല്ല ഫാനായത്. ജോഗെ ജീസസ് മീഡിയയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അൽ നാസറിൽ ജോയിൻ ചെയ്യാൻ കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. അത് ഒരേ ഒരു കാരണം, അത് വേറൊരു കാരണം കൂടിയുണ്ട്, അത് ക്രിസ്ത്യാനോയുടെ ഫുട്ബോളിനോടുള്ള പാഷൻ കൊണ്ടാണെന്ന്. യെസ്, അത് നമ്മൾ മിന്നാന്ന് കണ്ടതാണ്. അത് ആ ഫുട്ബോളിനോട് പാഷൻ. ഇനി 973 ഗോളുമായി ക്രിസ്ത്യാനോ റൊണാൾഡോ വേൾഡ് കപ്പിലേക്ക് വരുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും മിനുക്കുക, ഇനിയും മിനുങ്ങും. അപ്പോൾ കണ്ടു തന്നെ അറിയാം.